വിജ്ഞാന കേരളം മിഷൻ നേതൃത്വത്തിൽ മെഗാ വെർച്വൽ തൊഴിൽ മേള ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ നടത്തി. തൊഴിലില്ലായ്മ എന്ന സാമൂഹ്യ വെല്ലുവിളിക്ക് സുസ്ഥിരമായ പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തിലൂന്നിയാണ് മേള സംഘടിപ്പിച്ചത്. മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഇത്തരം മേളകൾ ഉദ്യോഗാർത്ഥികൾക്ക് ഏറെ പ്രയോജനകരമാണെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇപ്പോൾ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമായിട്ട് വരികയാണ്. AI വന്നതോടുകൂടി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള ആളുകളുടെ അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള തൊഴിലവസരം വല്ലാതെ നഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ എഞ്ചിനീയറിങ്ങിന് ഇൻഫോസിസിൽ 12,000 ആളിനെ പിരിച്ചുവിട്ടു, TCS 10,000 ആളിനെ പിരിച്ചുവിട്ടു, ആമസോണിൽ നിന്ന് 20,000 ആളിനെ പിരിച്ചുവിട്ടു. എല്ലാ ഭാഗത്തും പിരിച്ചുവിടലാണ്. കാറ് കമ്പനികളിൽ 3,000 ആളുകളുടെയൊക്കെ 7 ആൾ 8 ആളാണ് സ്ഥിതി. അങ്ങനെ വല്ലാത്ത സ്ഥിതിയിലേക്ക് തൊഴിലില്ലായ്മ വരികയാണ്. എല്ലാ മേഖലയും AIയുടെ കടന്നുകയറ്റം നമ്മളൊന്നും വിചാരിക്കാത്ത രീതിയിൽ വരികയാണ്. ഇപ്പോൾ കുറച്ചുകൂടി അധ്വാനമുള്ള പണിക്ക് മാത്രമാണ് ആളെ ആവശ്യമുള്ളൂ. അതിന് നമ്മുടെ ഒരു രീതിയും ശരിയാകുന്നില്ല. ഞങ്ങളുടെ അവിടെ ഒരു അഗ്രോ സർവീസ് സെൻ്റർ ഉണ്ട്. 3-3.5 കോടി ഉൾപ്പെടെ മിഷണറീസ് ഉണ്ട്, സൊസൈറ്റിയാണ്. അതിൽ മാനേജർ ബിടെക്കാരാണ്. എത്ര ശമ്പളം അറിയോ? 12,000. ഇപ്പോൾ 15,000 കൊടുക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഡീൽ മിഷൻ ഓട്ടിക്കാൻ പെൺകുട്ടികൾ വരുന്നുണ്ട്. അവർക്ക് ഒരു ദിവസം 1,400 രൂപ കിട്ടും. വ്യത്യാസം മനസ്സിലായ തൊഴിലിലുള്ള വ്യത്യാസം. ബിടെക്കാരന് ഇത്രയേ കിട്ടുന്നുള്ളൂ. 15,000 ഒക്കെയാണ് ബിടെക്കാരന്. MBBSകാരന് ഇപ്പോൾ 15,000 ഉള്ളൂ. പ്രിൻസിപ്പൽ ഡോക്ടർ ടി റെജി അധ്യക്ഷയായി. ജില്ലാ മിഷൻ കോർഡിനേറ്റർ വൈ കല്യാണരാമൻ, പ്രൊഫസർ റിജുലാൽ, രവീന്ദ്രനാഥ മേനോൻ, AB ശ്രീജിത്ത്, നയന എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.